ജീവിതത്തിൽ അഗ്നി പരീക്ഷണങ്ങൾ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ്. ഒരു നിലക്കും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇന്നേ ദിവസം ഇന്ന് ദുൽഹിജ്ജ 27 ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിങ്ങൾ ഏറ്റെടുത്തോളി. ജീവിതത്തിൽ ആ ഒരു അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ ഉയർത്താൻ കഴിയുന്ന ഈ ഒരു അമലിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് റബ്ബിൻ്റെ അപാരമായിട്ടുള്ള കഴിവ്, റബ്ബിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. അത്രയും എഫക്റ്റീവായിട്ട് ഉത്തരം കിട്ടുന്ന ഒരു അമലാണിത്. പരിശുദ്ധമായിട്ടുള്ള മുഹറം മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു അമലിന് നീയത്ത് വെക്കുക. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. ചെയ്ത് തീർക്കാൻ കഴിയുന്ന ആളുകൾ നീയത്ത് വെച്ച് ചെയ്ത് തീർക്കുക. അത്രയും ആത്മവിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തിടുക. കാരണം വളരെ എഫക്റ്റീവാകുന്ന രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ഈ ഒരു അമലിനെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. ഒരു വർഷക്കാലം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഒരുപാട് റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലുപരി ഒരുപാട് സന്തോഷവും നൽകിയിട്ടുണ്ട്. ചില ആളുകളോടൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ട്. ചില ആളുകളോടൊക്കെ നമ്മൾ മിണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വർഷം ഇതിക്കും മനോഹരമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആക്കി തീർക്കട്ടെ. ഇനിയുള്ള ഈ ഒരു വർഷത്തിൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല വല്ല ഇടങ്ങേറുകളോ പരീക്ഷണങ്ങളോ നൽകണം എന്നുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പുന്നാര നബിയുടെ മുഹബ്ബത്ത് കൊണ്ട്, പുന്നാര നബിയുടെ ആ ഒരു ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു പ്രയാസങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ഇടങ്ങേറുകളെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിലൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. കാരണം ജീവിതത്തിൽ എത്ര അടിത്തട്ടിലുള്ള ആളുകൾക്കും ഒന്ന് ഉയരാൻ അല്ലെങ്കിൽ ഒന്നൊരു കൈത്താങ്ങായിട്ട് നിൽക്കാൻ കെൽപ്പുള്ള ഒരു അമലാണിത്. കാരണം ഏതൊരു പ്രയാസഘട്ടത്തിലും ഇതൊന്ന് മനസ്സിരുത്തി ദുആ ചെയ്ത് റബ്ബിൻ്റെ അടുത്ത് രണ്ട് കൈയും നീട്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടും എന്ന് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും എഫക്റ്റീവാകുന്ന രീതിയിൽ, അത്രയും ഉത്തരം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരമലുണ്ടാകുമ്പോൾ അത് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകൂലേ അത്. അപ്പോൾ എല്ലാവരും ചെയ്യാറില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. ഇത്തരം അറിവുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കാം. അതേപോലെ തന്നെ വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിനെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതരം ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ചിലയൊക്കെ അവസ്ഥകൾ നമുക്ക് വരുമ്പോൾ ചിന്തിക്കും, ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടൂലേ ആവോ, എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടൂലേ ആവോ എന്നൊരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം കടം വന്ന് മുങ്ങിത്താഴ്ന്ന് ഇനി എനിക്കതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്ന ആ ഒരു സമയത്തായിരിക്കും പടച്ചോനെ പോലെ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ ഒരു സഹായം നമ്മുടെ അടുത്തേക്ക് വരിക. നിങ്ങൾ കണ്ടിട്ടില്ലേ, എത്ര അനുഭവങ്ങളാണല്ലേ അങ്ങനെ നമുക്കുണ്ടായിട്ടുള്ളത്. ഈ ഒരു അമൽ കൊണ്ടും അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. നമുക്കിടയിൽ ഇന്നുള്ള പ്രവാസി സുഹൃത്തുക്കളുണ്ടല്ലോ, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം. കാരണം ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിക്കുന്നുണ്ട്. ഒരുപാട് ഇടങ്ങേറുകൾ നെഞ്ചിലേറ്റിയിട്ടാണ് അവർ ജീവിക്കുന്നത്. പ്രവാസിയുടെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നല്ലതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അവൻ്റെ ഉള്ളിൽ എത്ര കഥകൾ ഒളിഞ്ഞിരിക്കണമെന്നത് ആർക്കും അറിയില്ല. വിമാനത്തിൽ കയറുന്ന ആ ഒരു ദിവസം മുതൽ അവനൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. സ്വന്തം നാടും വീടും കുടുംബവും കുട്ടികളൊക്കെ വിട്ടിട്ട്, ഉമ്മാൻ്റെ സ്നേഹവും ഇപ്പാൻ്റെ കരുതലൊക്കെ വിട്ടിട്ട്, മക്കളുടെ ആ ഒരു സാമീപ്യമൊക്കെ വിട്ടിട്ട്, ഒരു പ്രതീക്ഷയുടെ പേരിൽ എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കണം, അതേപോലെ തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം എന്നതിൻ്റെ ആ ഒരു പ്രതീക്ഷയിലാണ് അവന് യാത്ര പോകുന്നത്. കുടുംബത്തെ നന്നാക്കണം എന്ന ആഗ്രഹം. ഇത്തരത്തിൽ ആ ഒരാഗ്രഹം വെച്ചിട്ട് പല പ്രവാസികളും വർഷങ്ങളോളം സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് നാട്ടിൽ ഉത്സവമായാലും പെരുന്നാളായാലും വിവാഹമാണെങ്കിലും പലപ്പോഴും അവർക്ക് വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ മാത്രം കാണാനാണ് സാധിക്കുക. മകൻ്റെ ആദ്യത്തെ നടത്തം, മകളുടെ ആദ്യത്തെ സ്കൂൾ ദിവസം, കൊച്ചുമകൻ്റെ ജനനം, ഇതെല്ലാം നേരിട്ട് കാണാൻ കഴിയാതെ പോകുന്നവരുണ്ട്.
പകൽ മുഴുവനും ജോലി, ചിലർ കടുത്ത ചൂടിൽ, ചിലർ പൊടിയിലും പുകയിലും, ചിലർ മണിക്കൂറോളം വിശ്രമമില്ലാത്ത ദിവസങ്ങൾ. ഇങ്ങനെയാണ് അവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക. ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്, മനസ്സും തളർന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്ന ആ ഒരു വാക്ക്, ഇവിടെ സുഖമാണ്. കാരണം വീട്ടിലുള്ളവർ വിഷമിക്കരുത് എന്നതാണ് അവരുടെ ചിന്ത. സ്വന്തം കണ്ണീര് പോലും പല പ്രവാസികളും ഒളിപ്പിക്കുന്നു. രാത്രിയിൽ ഒറ്റക്ക് മുറിയിലിരിക്കുമ്പോഴാണ് പല ഓർമ്മകളും വരുന്നത്. ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, വീട്ടിലെ ചിരികൾ, നാട്ടിലെ മഴ, സുഹൃത്തുക്കളോടൊപ്പമുള്ള നിമിഷങ്ങൾ എല്ലാം മനസ്സിലൂടെയൊക്കെ കടന്നു പോകും. ചിലർ വർഷങ്ങളോളം കടങ്ങൾ തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടും. ചിലർ മക്കളുടെ പഠനത്തിനായിട്ട് കഷ്ടപ്പെടും. ചിലർ സഹോദരിമാരുടെ വിവാഹത്തിനായിട്ട് കഷ്ടപ്പെടും. ചിലർ ചെറിയൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് ഇടങ്ങേറായി കഷ്ടപ്പെടും. അങ്ങനെ ഓരോ പ്രവാസിയുടെയും നെഞ്ചിൽ ഓരോ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് പിന്നിൽ വലിയ ത്യാഗമുണ്ട്. പ്രവാസി അയക്കുന്ന പണത്തിന് വിലയുണ്ട്, പക്ഷേ അവൻ നഷ്ടപ്പെടുത്തുന്ന സമയത്തിന് വില പറയാൻ കഴിയൂല. മക്കളുടെ ബാല്യം ഒരിക്കൽ പോയാൽ തിരികെ കിട്ടൂല. മാതാപിതാക്കളുടെ വാർദ്ധക്യം ഒരിക്കൽ കഴിഞ്ഞാൽ തിരികെ കിട്ടൂല. അതുകൊണ്ട് തന്നെ പ്രവാസിയുടെ ജീവിതം വെറും പണത്തിൻ്റെ കഥയല്ല, അതൊരു ത്യാഗത്തിൻ്റെ കഥ തന്നെയാണ്. ഇത്തരത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വയം മറന്ന് ജീവിക്കുന്ന മനുഷ്യരും അത്രയും ഇടങ്ങേറോടുകൂടെയും ബുദ്ധിമുട്ടോടുകൂടെയും ആരെങ്കിലും ഈ ഒരു വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട്, എൻ്റെ ഉപ്പാൻ്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യും എന്ന് നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാൻ കഴിയുമോ? ഇൻഷാ അള്ളാ റബ്ബ് സുബ്ഹാനഹു തആല ഇതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും. കാരണം ഇത്തരത്തിൽ പ്രവാസി സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന ഓരോ ത്യാഗങ്ങളും നമ്മുടെയൊക്കെ കുടുംബത്തിലൂടെ നമ്മൾ കാണുന്നുണ്ടല്ലേ. എത്ര പേരാണ് ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ നിന്നിട്ടും ജീവനോടുക്കനെ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ കഴിയാതെ അവിടെ തന്നെ കിടന്ന് മരണമടയുന്നവർ. ആ നാട്ടിൽ തന്നെ കടന്ന് അവിടെ തന്നെ അടക്കം ചെയ്യുന്ന എത്ര പ്രവാസി സുഹൃത്തുക്കളുണ്ടെന്നറിയോ? അവസാന നോക്ക് തൻ്റെ ഉമ്മാനെ തൻ്റെ ഉപ്പാനെന്ന് കാണാൻ കഴിയാതെ നെഞ്ചുപൊട്ടി മരിക്കുന്ന മനുഷ്യരെത്ര പ്രവാസി സുഹൃത്തുക്കളുണ്ടെന്നറിയോ? ഇത്തരത്തിൽ ഇടങ്ങാറായി കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഉമ്മമാർ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മമാർക്കോ മക്കൾക്കോ ഭാര്യക്കോ ആർക്കായാലും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. എൻ്റെ കുടുംബം രക്ഷപ്പെടണം എന്നുള്ള ആളുകൾ ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ ഒരു ഇസ്മിനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മുടക്കൂല എന്നുള്ള ആ ഒരു നിയ്യത്തിൽ നമ്മളിത് ചൊല്ലിത്തുടങ്ങുക. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരിക്കാം. ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും നമുക്ക് സർവ്വ മുറാദുകളും ഹാസിലാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു അമൽ ഏതാണെന്ന് നോക്കണ്ടേ? വളരെ ചെറിയ 2 കാര്യമാണ്, 2 വാക്കുകൾ. പക്ഷേ ഈ 2 വാക്കുകളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ കരുണ എത്ര വിശാലമാണെന്ന് നമ്മൾ കൂടുതൽ തിരിച്ചറിയും. പഴയ ആളുകൾ ദുആ ചെയ്യുമ്പോൾ ചില പ്രത്യേക നാമങ്ങൾ ആവർത്തിക്കാറുണ്ടായിരുന്നു. അവയിൽ വളരെ മനോഹരമായിട്ടുള്ള 2 നാമങ്ങളാണ് യാ ഹന്നാനു യാ മഞ്ഞാൻ എന്നുള്ളത്. ഹന്നാൻ എന്നത് അതിയായ സ്നേഹവും കരുണയും കാണിക്കുന്നവൻ എന്നതാണ് അർത്ഥം. മഞ്ഞാൻ എന്നത് ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായി അനുഗ്രഹങ്ങൾ നൽകുന്നവൻ എന്നതുമാണ് അർത്ഥം. ഒരു മനുഷ്യൻ എല്ലാവരാലും മറക്കപ്പെട്ടാലും അള്ളാഹു അവനെ മറക്കൂല. എത്രയൊക്കെ അവനോട് കൂട്ടുകൂടണ്ട അല്ലെങ്കിൽ അവനെ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞാലും റബ്ബ് സുബ്ഹാനഹു തആല ഉയർത്താൻ കഴിവുള്ളവനാണ്. റബ്ബിൻ്റെ അനുഗ്രഹം അവൻക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതം മാറുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ വിഷമം ആരോടും പറയാൻ കഴിയാതിരുന്നാലും അള്ളാഹു അവൻ്റെ ഹൃദയത്തിലെ വേദന അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ദുആകളിൽ ഈ ഒരു നാമത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ എന്തെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ ആ ഒരു ആവശ്യത്തെ മനസ്സിൽ നല്ല രീതിയിൽ നിയ്യത്ത് വെച്ചിട്ട് പരിശുദ്ധമായിട്ടുള്ള യാ ഹന്നാനു യാ മന്നാൻ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിനെ, അസ്മാഉൽ ഹുസ്നയിലെ 2 ശ്രേഷ്ഠ നാമങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തി ഒരുമിച്ച് തന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3000 തവണ ഈ പരിശുദ്ധമായിട്ടുള്ള ഇസ്മിനെ നമ്മളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ, നമ്മളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും നിയ്യത്ത് വെച്ചിട്ട് ഒറ്റയിരിപ്പിൽ നിങ്ങൾ ചൊല്ലി തീർക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഇതിൻ്റെ ഫലം ജീവിതത്തിൽ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഒറ്റ രാത്രി കൊണ്ടൊക്കെ ചില ആളുകൾക്ക് ഈ ഒരു അമലിൻ്റെ ഫലം കൊണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസം, പരിശുദ്ധമായിട്ടുള്ള മുഹറം മാസം വരെയാണല്ലേ,
ഈ മുഹറം മാസം തുടങ്ങുന്ന അന്ന് മുതൽ ഈ ഒരു മഹത്തായിട്ടുള്ള ഇസ്മിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുടക്കൂല എന്നുള്ളൊരു നിയ്യത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഈ ഒരു ഇസ്മിൻ്റെ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. 3000 തവണ ഈ ഇസ്മിനെ ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചവർ തീർച്ചയായിട്ടും നല്ലൊരു നിയ്യത്തോടു കൂടെ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആ കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങുക ഇൻഷാ അള്ളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.